പൊതുദർശനം ഇപ്പോൾ പാങ്ങ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുരോഗമിക്കുകയാണ്. നാടിന്റെ പ്രിയപ്പെട്ടവരായ ഓരോരുത്തരെയും അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് ആ നാടൊന്നാകെ തന്നെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് എത്തുകയാണ്. വലിയ തിരക്കുണ്ട്. കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചുകൊണ്ട് തന്നെ സമയത്തിനകം തന്നെ ഓരോന്നും ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 10 മണി വരെയാണ് പൊതുദർശനം പറഞ്ഞത്. പക്ഷേ അതിലും നീണ്ടു പോകുന്ന തരത്തിലാണ് തിരക്ക് അവിടെയുള്ളത്. ശ്യാമപ്രസാദ് ഉത്തമൻ ചേരുന്നുണ്ട്. ശ്യാം, എപ്പോഴും മനസ്സിലാക്കുന്നത് ആ തിരക്കത് അങ്ങനെ തുടരുന്നുണ്ട്. വീണ്ടും വീണ്ടും ആൾക്കാർ അവിടേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അവിടെയുള്ള ക്രമീകരണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എന്താണ് പറയുന്നത്? എത്ര വരെ നീളാനുള്ള ഒരു സാധ്യത? പരമാവധി ഒരു സമയം എന്തായാലും നിശ്ചയിച്ചേ പറ്റുകയുള്ളൂ. കാരണം വീട്ടിലേക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ട്, സംസ്കാര ചടങ്ങുകളൊക്കെ ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ എന്താണ് ആ സംഘാടകർ ഉൾപ്പെടെ ഇപ്പോൾ അവിടെ പറയുന്നത്? എന്തായാലും നിലവിലിപ്പോൾ ഈ സ്കൂളിലെ ഇവിടെ എത്തുന്ന എല്ലാവരെയും മൃതദേഹങ്ങളെല്ലാം കാണിച്ച് പൊതുദർശനത്തിന് ശേഷം മാത്രമേ ഇവിടെ നിന്നും വീടുകളിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുപോകുകയുള്ളൂ എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതായത് ഏകദേശം 11 മണി വരെ ഏകദേശം സമയമെടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിലവിലിപ്പോൾ ആ തിരക്ക് ഒരല്പം കുറഞ്ഞിട്ടുണ്ട്. കൂടുതൽ കുറേയധികം ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കണ്ട് മടങ്ങിപ്പോകുന്ന ആളുകളുമൊക്കെയുണ്ട്. ഒരുപക്ഷെ ഇവിടെയൊക്കെ സഹപാഠികളും സുഹൃത്തുക്കളും ഒക്കെ ആയിട്ടുള്ള ആളുകളൊക്കെയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനി ഈ അധ്യാപകരെ ഇനി കാണാൻ കഴിയുകയില്ല. പ്രത്യേകിച്ച് കുട്ടികളടക്കം ഇവിടെ എത്തി ഈ രക്ഷിതാക്കൾ തങ്ങളുടെ മക്കളുമൊക്കെ ഒത്താണ് ഇവിടെ വന്ന് ഇവരെ കണ്ടു മടങ്ങുന്നതെന്നതാണ് എന്തായാലും ഏറ്റവും വേദനാജനകമായ ഒരു സംഭവവികാസം. ഒരു നാടിനെ മൊത്തത്തിൽ കണ്ണീരിലാഴ്ത്തുന്ന ഒരു വേദനാജനകമായ കാര്യം. പ്രത്യേകിച്ച് അവരുടെ കുരുന്ന് മക്കളുമൊക്കെ ആയിട്ട് വന്ന് ആ അധ്യാപകരെ കണ്ടു മടങ്ങുന്ന ഒരു വേദനാജനകമായ ഒരു കാഴ്ച. മോളിവിടെ പഠിക്കുന്നതാണ്, ടീച്ചറിനെ അറിയുന്ന ഷക്കീല ടീച്ചർ അറിയുന്നതാണ്. എപ്പോഴും വിളിക്കാറ് പ്രിയപ്പെട്ട ടീച്ചറായിരുന്നു. കാണാൻ പറ്റിയോ? മോളെ കാണിച്ചു. ടൂർ പോണ കാര്യം അറിയാമായിരുന്നു? ഇല്ല, സ്റ്റാറ്റസ് കണ്ടപ്പോൾ അറിഞ്ഞത്. കണ്ടത് വൈകിട്ട്. അത് കഴിഞ്ഞ് ഈ സംഭവം എപ്പോഴാ അറിയണേ? സംഭവം പറഞ്ഞപ്പോ 7:30 ആയിട്ടുണ്ടോ. നാടിനെ നടുക്കിയ ഒരു ദുരന്തമാണ്. ഒരു വിദ്യാലയത്തിലെ ഏതാണ്ട് ഒരു അധ്യാപക ഒഴിച്ച് ബാക്കി എല്ലാവരും നഷ്ടപ്പെട്ടു. കൂടാതെ യാത്ര പോയ 1-2 പേര് കൂടി നഷ്ടപ്പെട്ടത് തീർത്തും അപ്രതീക്ഷിതവും വളരെ. എപ്പോഴാണ് അറിയണേ? വൈകുന്നേരം 6 മണിക്ക് ശേഷം. 6 മണിക്ക് ശേഷം. എന്തായാലും സ്കൂളിലെ ആ വിദ്യാർത്ഥിയും ആ അമ്മയുമാണ് അതാണ് പറഞ്ഞത്. അതായത് രക്ഷിതാവിനൊപ്പം എത്തിയാണ് ഓരോ കുട്ടിയും ഇവിടെ എത്തി കാണുന്നത് എന്നാണ് ഏറ്റവും വേദനാജനകമായ ഒരു കാഴ്ച. പ്രത്യേകിച്ച് സാധാരണക്കാരായ ആളുകളാണ് ഇവിടെ കൂടുതലായിട്ടുമുള്ളത്. അവരെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ടും അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ടീച്ചറാണ്. നിങ്ങൾക്കൊക്കെ പരിചയമുള്ള ടീച്ചറെ അറിയാം, HM അറിയാം. പിന്നെ ഇപ്പോൾ അല്ലെ സൂര്യ ടീച്ചർ എൻ്റെ മകനെ, ഈ സൂര്യ ടീച്ചറെ ഭർത്താവ് കുഞ്ഞുമ്മ ഞാൻ ഒപ്പം പഠിച്ചാണ്. എറണാകുളം പാങ്ങിലുള്ള ഉള്ള ആളാണ്. ഇവിടെ അടുത്ത് തന്നെയാണോ? അവിടെ അടുത്ത് തന്നെ. എൻ്റെ വീട് ചെറുകുളമ്പാണ്. അടുത്ത് വാർഡ് മെമ്പറാണ്. അപ്പോൾ വലിയൊരു ഇതായി എന്തൊരു ഭയങ്കര ഒരു. ടീച്ചർമാരെയൊക്കെ നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. ഞാൻ വിമൻ ജസ്റ്റിസ് മൂവ്മെന്റിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റാണ്. അപ്പോൾ ഈ ദുരന്തം കേട്ടപ്പോൾ വലിയ പ്രയാസം തോന്നിയപ്പോൾ ഒന്ന് വന്ന് കാണാൻ വേണ്ടി വന്നതാണ്. വലിയ പ്രയാസമുള്ള കാര്യമാണ്. കാരണം ഒന്നിച്ച് അത്രയും സന്തോഷത്തോടു കൂടെ ഒരുമിച്ച് അവരെല്ലാം എക്സാമൊക്കെ കഴിഞ്ഞ് വളരെ റിലാക്സ്ഡ് ആയിട്ട് പോയതായിരിക്കുമല്ലോ. പക്ഷെ ആ യാത്ര ഇങ്ങനെ ആയിപ്പോയി എന്നുള്ളത് എന്താണെന്ന് നമുക്ക് കാരണം വ്യക്തമായിട്ടില്ല. കൃത്യമായിട്ട് എന്താണെന്ന് മനസ്സിലാവണം. നമുക്ക് ഇനി ഇങ്ങനെ ഒരു അപകടം നമുക്ക് ഉണ്ടാവാൻ പാടില്ല. അതിനുള്ളൊരു മുൻകരുതലൊക്കെ ഉണ്ടാവണം. കൃത്യമായിട്ടും വലിയ പ്രയാസമുള്ള കാഴ്ചയാണ്. അറിയാവുന്ന ആളുകളാണോ? അല്ല, ഞാൻ വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് സ്റ്റേറ്റ് കമ്മിറ്റി അംഗമാണ്. പാലൂർ ഭാഗത്തുള്ളതാണ് HM. അങ്ങനെ കണ്ടുപരിചയമുണ്ട് എന്നല്ലാതെ നേരിട്ടറിയില്ല. എന്തായാലും പരിചയക്കാരും പരിചയമില്ലാത്തവരുമൊക്കെ ഇവിടെ എത്തി അവരെ കണ്ടുമടങ്ങുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. എന്തായാലും ഈ ടീച്ചർമാരെ സംബന്ധിച്ചിടത്തോളം അവർക്കെല്ലാം ഏറ്റവും പ്രിയപ്പെട്ട തങ്ങളുടെ കുരുന്നുകൾ, ആ കുരുന്നുകളെല്ലാം വിട്ട് അവർ ഇനി ഈ ലോകത്തില്ല. അത്രമേൽ വേദനയോടുകൂടി തന്നെയാണ് ഓരോ മാതാപിതാക്കളും ഇവിടെ നിന്ന് കണ്ട് മടങ്ങുന്നത്.
തിരികെ വരുന്ന ഓരോരുത്തരുടെയും കണ്ണുകളിൽ നമുക്ക് കാണാം ആ കണ്ണീരും അവരുടെ ആ വിലാപവുമെല്ലാം. ഇവിടെ ഏറെ പണിപ്പെട്ടുകൊണ്ടാണ് ഇവിടെ എത്തിച്ചേരുന്ന ആളുകളെയും ഒക്കെ കൃത്യമായ രീതിയിൽ കാണാൻ ഒരു നോക്ക് കണ്ട് തിരികെ പോകുന്നത്. അങ്ങനെ പൊതുദർശനം പുരോഗമിക്കുക.